ഹലോ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും ഓണത്തിന്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ ഓണസദ്യയൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്ത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു കറിയാണ് സാമ്പാർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നതും സാമ്പാറാണ്. അപ്പം വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കിയിട്ട് വന്നാലോ? സാമ്പാർ ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യമേ തന്നെ നമുക്ക് ഈ പരിപ്പൊന്ന് വേവിച്ചെടുക്കണം. ഞാനപ്പോൾ 1 കപ്പ് തൂവരപ്പരിപ്പാണ് എടുത്തേക്കുന്നത്. സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയും. നമുക്കത് കടയിൽ നിന്ന് കിട്ടുന്നതാണ്. എന്നിട്ട് അത് നന്നായിട്ട് 2, 3 പ്രാവശ്യം കഴുകിയതിന് ശേഷം നമ്മൾ ആ കഴുകി വെച്ചിരിക്കുന്ന പരിപ്പ് മൊത്തം കുക്കറിലേക്ക് മാറ്റിയിട്ട് ആ പരിപ്പിന്റെ നെകക്കെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്ത് പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അത് ഇതുപോലെ ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് പെരുങ്കായാണ്. അത് ഈ മൊത്തത്തോടെ ഉള്ളത്, പൊടിയല്ല കേട്ടോ. അത് ഒരു ഇടികല്ലെ വെച്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് അകത്തുനിന്ന് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് കുക്കർ ഒന്ന് അടച്ച് വെച്ച് ഒരു 2 വിസിൽ കൊടുക്കണം കേട്ടോ. അപ്പോഴത്തേക്കും പരിപ്പ് വെന്ത് കിട്ടുവേ. സ്റ്റൗവിന്റെ ഫ്ലെയിം ഹൈ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ 2 വിസിൽ അടിക്കുന്നത്. 2 വിസിൽ അടിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കാം. ഇനി നമുക്കൊന്ന് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പൊ നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്ത് റെഡി ആയിട്ടുണ്ട്. സാമ്പാർ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇത്രയും സാമ്പാറിന്റെ കഷ്ണങ്ങളാണ് എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വെജിറ്റബിൾ വേണേലും ചേർക്കാം കേട്ടോ. ഞാനിവിടെ എടുത്തേക്കുന്നത് പൊട്ടറ്റോ, ക്യാരറ്റ്, സവോള, ബീൻസ്, മുരിങ്ങക്കോല്, കോവയ്ക്ക, വെണ്ടയ്ക്ക, തക്കാളിക്കയാണ് ഞാൻ എടുത്തേക്കുന്നത്. എന്നിട്ട് ഇതൊക്കെ ഒന്ന് നമുക്ക് ആദ്യമേ അതിന്റെ സ്കിന്നും ഇതും എല്ലാം ഒന്ന് കളഞ്ഞിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് വൃത്തിയായിട്ടൊന്ന് കഴുകിയെടുക്കണം. എന്നിട്ട് ഞാൻ ഇതുപോലെ സെപ്പറേറ്റ് 2 പാത്രത്തിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഗ്രീൻ പാത്രത്തിൽ ഇരിക്കുന്നത് നമുക്കൊന്ന് വേവിച്ചെടുക്കാനും മറ്റേത് സ്റ്റീൽ പാത്രത്തിൽ ഇരിക്കുന്നത് നമ്മളൊന്ന് വഴറ്റിയാണ് ചേർക്കുന്നത്. അപ്പൊ വേവിക്കാനുള്ള കഷ്ണങ്ങൾ ഇതുപോലെ നമ്മളൊന്ന് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ ഒരു വലിപ്പത്തിൽ കേട്ടോ. എന്നിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി അതിന്റെ നെകക്ക വെള്ളം ഒഴിച്ചു കൊടുക്കും കേട്ടോ. ആ കഷ്ണത്തിന്റെ നെകക്ക വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് ആ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് ആദ്യമേ ഒന്ന് വേവിച്ചെടുക്കണം ഈ കഷ്ണം. ഇനി വഴറ്റി ചേർക്കുന്ന കഷ്ണങ്ങൾ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. നമ്മൾ ഇങ്ങനെ എണ്ണയിലൊന്ന് വഴറ്റി ചേർക്കുമ്പോൾ നമ്മുടെ സാമ്പാർ അങ്ങ് പെട്ടെന്ന് കേടാവില്ല കേട്ടോ. അത് പിന്നെ സവോളയും തക്കാളിക്കും ഒന്ന് ചെറുതാക്കിയൊന്നുമല്ല കേട്ടോ. ഈ ഒരു വലുപ്പത്തിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. പിന്നെ ലേശം മല്ലിയിലയും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇപ്പൊ നമ്മുടെ വെജിറ്റബിൾ ഒക്കെ ഏകദേശം ഒക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു വെന്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന പരിപ്പില്ലേ, അതങ്ങ് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പരിപ്പ് ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മൾ കഷ്ണത്തിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഒന്ന് കഷ്ണമൊക്കെ ഒന്ന് നന്നായിട്ട് വേകുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ കഷ്ണമൊക്കെ ഏകദേശം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ചൂടായി വന്ന സമയത്ത് നമ്മൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തത്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ച് നമ്മൾ ആ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റി എടുക്കുവാണ്. അതിന്റെ ആ ഒരു ഇഴുക്കൽ പോലത്തെ സംഭവമില്ല, അതൊന്ന് മാറുന്നിടം വരെ. എന്നിട്ട് അതൊന്ന് മാറി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ അതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കുന്നത്. സവോളയും ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈറ്റ് ആയിട്ടൊന്ന് അതിന്റെ കളർ ഒന്ന് മാറുന്നിടം വരെ നമ്മളൊന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സവോളയുടെ കളർ ഇതുപോലെ ഒന്ന് മാറി വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ തക്കാളിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളിക്കായും ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് തക്കാളിക്ക് ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ അതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്തേക്കുന്നത്. ഞാൻ ഗ്രാൻഡ് മാസിന്റെ പൊടിയാണ് എടുത്തേക്കുന്നത്. എന്നിട്ട് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് പിന്നെ നമ്മളൊരു 1/2 ടീസ്പൂൺ കായാണ് ചേർക്കുന്നത്. നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ആ കായില്ലേ, അതാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് പുളിവെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ലേശം വെള്ളവും കൂടെ ചേർത്ത് കൊടുത്ത് അതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിക്കുക. നമ്മൾ ആ ചേർത്തതും അതെല്ലാം കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തിള വരുമ്പോഴത്തേക്കും പിന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ആ വെജിറ്റബിളിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് ഉപ്പിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ ലേശം ചേർത്ത് കൊടുക്കാം. ഞാൻ ലേശം ചേർത്ത് കൊടുത്തായിരുന്നു. എന്നിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണേ. ഇതുപോലെ ഒന്നും കൂടെ നന്നായിട്ടൊന്ന് തിള വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാവേ. അപ്പൊ മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. അപ്പത്തേക്ക് നമ്മുടെ അടിപൊളി സാമ്പാർ റെഡിയായി. ഇനി നമുക്കതൊന്ന് താളിച്ച്
താളിച്ചെടുക്കാവേ. താളിക്കാനായി ഞാൻ ഇതുപോലത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. എണ്ണ ചൂടായി വന്നപ്പോഴത്തേക്ക് 1/2 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് 3 വറ്റൽമുളകും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ 1/2 ടീസ്പൂൺ സാമ്പാർ പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഈ പൊടി ചേർത്ത ഉടനെ സ്റ്റൗവിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തേക്കുവാണ്. ആ ചൂടായ എണ്ണയിൽ അതൊന്ന് ആ പൊടികളെല്ലാം ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന സാമ്പാറിലേക്ക് നമ്മൾ ഈ താളിച്ചത് അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. താളിച്ചത് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു 10 മിനിറ്റ് ഒന്ന് മൂടി വെക്കാം. 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവേ. ഇപ്പൊ നമ്മുടെ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് കേട്ടോ. ഈ സാമ്പാർ നമുക്കിപ്പം ചോറിന്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ എന്തിന്റെ കൂടെ വേണേലും നമുക്ക് കഴിക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ച് കാണണേ. കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയറും ചെയ്യണേ. അപ്പോൾ ഇതുപോലത്തെ അടിപൊളി വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.